ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും വ്യാജാത്മാവിനെ കുറിച്ചും നമുക്ക് തിരുവചനത്തിൽ നിന്ന് പല കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. തുടർന്ന് മറ്റു ചില വിഷയങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ഒരു നീണ്ട പ്രാർത്ഥന നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു കർത്താവ് തന്റെ ക്രൂശീകരണത്തിലേക്ക് പോകും മുൻപ് താൻ ശിഷ്യന്മാരോട് പറഞ്ഞതായ പല കാര്യങ്ങളും, തുടർന്ന് 17-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ആ പ്രാർത്ഥനയും ഒക്കെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 16-ാം അധ്യായത്തിൽ ഇപ്രകാരം അതിന്റെ ആരംഭത്തിൽ കാണുന്നു, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ആ വലിയ പീഡനം, ഇതെല്ലാം ഉണ്ടാകാൻ പോകുന്നതിന്റെ അനുഭവങ്ങൾ മുൻപ് കൂട്ടി പറഞ്ഞിട്ടാണ് യേശു കർത്താവ് ആ ശിഷ്യന്മാരെ ഉറപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ 16-ാം അധ്യായത്തിന്റെ 33-ൽ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നും താൻ അരുളിച്ചെയ്തു. അപ്പോൾ ക്രിസ്തുവിലുള്ള സമാധാനം താൻ വാഗ്ദത്തം ചെയ്യുകയാണ്. ലോകത്തിൽ കഷ്ടമുണ്ട്, പീഡയുണ്ട്, ഉപദ്രവമുണ്ട്, എങ്കിലും ക്രിസ്തുവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് എക്കാലവും സമാധാനം ഉണ്ട് എന്നുള്ളതാണ്. 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളില് ക്രിസ്തു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ എന്റെ മരണത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. ദൈവം പുത്രനെ കുരിശിൽ മരിക്കുന്നതിന് അനുവദിച്ചതിലൂടെയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിലൂടെയും പുത്രനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു തന്റെ മരണത്തിലൂടെയും കുരിശിൽ സാത്താന്റെ മേൽ ജയം നേടിയതിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്നാണ് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശു ക്രിസ്തുവിനെ കൂടാതെ ആർക്കും ദൈവത്തെ പൂർണ്ണമായി അറിയുവാനായിട്ട് കഴിയുന്നതല്ല എന്ന് തിരുവചനം വെളിപ്പെടുത്തുകയാണ്. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളില് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് അതിന്റെ 8-9 വാക്യങ്ങളില്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായി അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അങ്ങനെ ഇവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി ഉള്ള അപേക്ഷ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. പ്രത്യേകിച്ച് 8-ാം വാക്യത്തില് ഒരുവൻ ക്രിസ്ത്യാനിയായി തീരുന്നതിന്റെ 3 പടികളെ കുറിച്ചാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. 1, ഒരുവൻ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും വചനങ്ങൾ തുറന്നതും അനുതാപമുള്ളതുമായ മനസ്സോടെ അവൻ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. 2-ാമത്തെ കാര്യം, യേശു ക്രിസ്തു ആരാണെന്ന് അവൻ അറിയേണ്ടത് ആവശ്യമാണ്. യേശുവിനെ ദൈവപുത്രനായി അവൻ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്.
മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിനെ അവൻ അതിനുശേഷം അനുഗമിക്കേണ്ടത് ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ താൻ ആ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അത് ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്, എന്നാൽ ലോകത്തെ ജയിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ട് താൻ പറയാണ്, അവരെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളണം. അതേ പ്രിയമുള്ളവരെ, നാം ഈ ദുഷ്ടലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന യേശുവിന്റെ ആ മധ്യസ്ഥതയിലാണ് നാം നിൽക്കുന്നത് എന്നുള്ളതായ കാര്യം നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നതാണ്. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 20 മുതൽ 26 വരെ തുടർന്ന് താൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, പ്രത്യേകിച്ച് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അഥവാ മുഴു ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കു വേണ്ടിയുമുള്ള, എല്ലാവരും രക്ഷപ്രാപിക്കേണ്ടതിന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന, ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതാകുന്ന പ്രത്യാശയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നാം കണ്ടതുപോലെ 15-ാം വാക്യത്തിൽ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ അപേക്ഷ. അതേപോലെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ചെറിയ അല്ലെങ്കിൽ കുറഞ്ഞ മനുഷ്യരല്ല എന്നുള്ളതായ കാര്യം നാം ഓർക്കണം. നമുക്കൊരു വലിയ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അടുക്കലോ മുഖ്യമന്ത്രിയുടെ അടുക്കലോ ഒക്കെ നേരിട്ട് എന്ന് നമുക്കാർക്കും ഒന്നും പറയുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ അവരുമായിട്ട് വളരെ അടുപ്പമുള്ളവരുമായിട്ട് ചിലപ്പോൾ കയറി ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കാര്യം നടന്നു കിട്ടിയില്ലെങ്കിലും എന്തോ നടന്നതുപോലെ ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ ഇതാ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നത് ഈ ലോകത്തിലെ ഒരു നേതാവല്ല, അഥവാ കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയും മധ്യസ്ഥ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ആ 16-ാം അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഏത് പ്രതികൂല സന്ദർഭത്തിലും ക്രിസ്തുവിനുള്ളതാകുന്ന സമാധാനവും സ്വസ്ഥതയും നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതേ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ ഇടയായി തീരട്ടെ. ദൈവവചനത്തിൽ അടിയുറച്ചു നിൽക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ നേർക്കു നീ തന്ന
പിൻവരാത്ത നിൻ വാഗ്ദത്തമെൻ നേർക്കുനി തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർക്കാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൽ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൽ തിരുശക്തിയാ